Hi dear students, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സാണ് ഹൗ ടു ഡു ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്നുള്ളതിലെ 9 ടെക്നിക്സിൽ 5 ടെക്നിക്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കി. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ് ബാക്കി 4 ടെക്നിക്കുകൾ. ആ 4 ടെക്നിക്കുകളെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. സ്റ്റേറ്റ് ബേസ്ഡ് ഓർ ഗ്രാഫ് ബേസ്ഡ് ടെസ്റ്റിംഗ് 6ാമത്തെ ടെസ്റ്റിംഗ് ആണ്. സ്റ്റേറ്റ് ബേസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറയാറുണ്ട്, ഗ്രാഫ് ബേസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറയാറുണ്ട്. സ്റ്റേറ്റ് ബേസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോഴായിരിക്കും കൺഫ്യൂഷൻ വരിക. അതേസമയം ഒരു ഗ്രാഫ് ബേസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഡയഗ്രമാറ്റിക് ഫോർമാറ്റിലുള്ള എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. സ്റ്റേറ്റ് ബേസ്ഡ് എന്നുള്ളതും വരും, കാരണം ഒരു സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം നമ്മൾ പഠിച്ച തിയറി ഓഫ് കമ്പ്യൂട്ടേഷനിൽ സ്റ്റേറ്റ് ട്രാൻസിഷൻസ് ഡയഗ്രാം നോഡ് അടിച്ചുള്ള കുറേ ഡയഗ്രാംസ് പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ടെസ്റ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ് ബേസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറയാൻ കാരണം. സ്റ്റേറ്റ് ബേസ്ഡ് ടെസ്റ്റിങ്ങും അല്ലെങ്കിൽ ഗ്രാഫ് ബേസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ്. ഒരു സ്റ്റേറ്റ് മെഷീനിലെ ട്രാൻസാക്ഷൻ ഫ്ലോ അല്ലെങ്കിൽ വർക്ക് ഫ്ലോ അല്ലെങ്കിൽ ഡാറ്റ ഫ്ലോ അല്ലെങ്കിൽ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ഇതൊക്കെ എങ്ങനെ പോസിബിൾ ആണ് എന്ന് ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് ആണ് സ്റ്റേറ്റ് ബേസ്ഡ് ഓർ ഗ്രാഫ് ബേസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ട്രാൻസിഷൻ ഡയഗ്രാം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതുന്നു. ട്രാൻസിഷൻ ഡയഗ്രാം വരച്ചുകൊണ്ട് അതിൽ നടത്തുന്ന ടെസ്റ്റിംഗ് ആണ് സ്റ്റേറ്റ് ബേസ്ഡ് ഓർ ഗ്രാഫ് ബേസ്ഡ് ടെസ്റ്റിംഗ്. അതിൻ്റെ പർപ്പസ് ഇതാണ്. വർക്ക് ഫ്ലോ, ട്രാൻസാക്ഷൻ ഫ്ലോ എല്ലാം കറക്റ്റാണോ എന്നുള്ള ചെക്ക് ചെയ്യലാണ് ഈ ടെസ്റ്റിംഗ് കൊണ്ടുള്ള ഉദ്ദേശം. സ്റ്റേറ്റ് ഓർ ഗ്രാഫ് ബേസ്ഡ് ടെസ്റ്റിംഗ് ഇസ് വെരി യൂസ്ഫുൾ ഇൻ സിറ്റുവേഷൻ. പല സിറ്റുവേഷനിലും ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, അതൊരു പോയിൻ്റാക്കി പറഞ്ഞതുകൊണ്ട് ആ സിറ്റുവേഷൻസ്. ഒന്ന് വർക്ക് ഫ്ലോ മോഡലിങ്ങിൽ, ഡാറ്റ ഫ്ലോ മോഡലിങ്ങിൽ, ലാംഗ്വേജ് പ്രോസസ്സേഴ്സിൽ എല്ലാം തന്നെ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അടുത്ത് പറഞ്ഞത് കോമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ആണ്. കോമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് എത്രത്തോളം കോമ്പാറ്റിബിളാണ്, നമ്മളുണ്ടാക്കിയ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് എത്രത്തോളം കോമ്പാറ്റിബിളാണ് ടെസ്റ്റ് ചെയ്യുക. അതായത് ഡിഫറെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറിൽ അത് കൺസ്റ്റൻ്റ് ആണോ അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യലാണ് കോമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ്. ആ പേരിൽ തന്നെയുണ്ട്. ടെസ്റ്റിംഗ് ഡൺ ടു എൻഷുർ ദാറ്റ് ദ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് വർക്ക് കൺസ്റ്റൻ്റ്ലി വിത്ത് ഡിഫറെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കോമ്പൗണ്ട് ഈസ് കോൾഡ് കോമ്പാറ്റബിലിറ്റി ടെസ്റ്റ്. 2 ടൈപ്പിലാണുള്ളത് കോമ്പാറ്റബിലിറ്റി. ഒന്ന് ബാക്ക്വേർഡും ഒന്ന് ഫോർവേഡും. പിന്നെ മെയിനായിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോമ്പാറ്റബിലിറ്റിയിൽ പ്രോസസ്സർ നമുക്ക് ഇന്ത്യൻ പെൻഡിയം തുടങ്ങിയിട്ടുള്ള പ്രോസസ്സേഴ്സ് സപ്പോർട്ടാണോ, അങ്ങനെയൊക്കെയുള്ള പാരാമീറ്റേഴ്സാണ് നമ്മൾ ചെക്ക് ചെയ്യാറ്. പെൻഡിയം 3 പെൻഡിയം 4 അങ്ങനെ സിയോൺ, സ്പാർക്ക് അങ്ങനെ ഏതൊക്കെ ആണ് ആർക്കിടെക്ചർ, അതായത് ക്യാരക്ടർ ഓഫ് മെഷീൻ, അതായത് 32 ബിറ്റാണോ 64 ബിറ്റാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ. റിസോഴ്സിൻ്റെ അവൈലബിലിറ്റി, അതായത് റാം, പിന്നെ ഡിസ്കിൻ്റെ സ്പേസ്, നെറ്റ്വർക്ക് സ്പേസ്, സ്റ്റോറേജ്, അതൊക്കെ അത്രയും കാര്യങ്ങൾ. പിന്നെ എക്യുപ്മെൻറ്റുകൾ ഏതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് പ്രിൻറ്റേഴ്സ്, മോഡം, റൂട്ടർ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ തന്നെ കോമ്പാറ്റിബിൾ ആണോ നോക്കേണ്ടതുണ്ട്. OS, അതായത് വിൻഡോസ് ലിനക്സ് പോലെ OSകൾ, വെബ് സെർവറുകൾ, ബാക്ക് എൻഡ്, അതായത് ബാക്ക് എൻഡ് എന്ന് പറയുമ്പോൾ ഒറാക്കിൾ, S-ബേസ്, C-ബേസ് അങ്ങനത്തെ കുറേ എണ്ണം ഉണ്ടല്ലോ. ഒറാക്കിൾ പോലുള്ള ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്ന ബാക്ക് എൻഡ് കമ്പോണൻറ്റുകൾ, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കോമ്പാറ്റിബിൾ ആണോ എന്നുള്ള ടെസ്റ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിൻ പാരാമീറ്റേഴ്സാണ് പറഞ്ഞത്. 4 ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ളൂ, ബാക്കിയാണ് പറഞ്ഞത്. 2 തരത്തിലാണുള്ളത്. ഒന്ന് ബാക്ക്വേർഡും ഒന്ന് ഫോർവേഡും. ഇനി എന്താണ് ബാക്ക്വേർഡ്, എന്താണ് ഫോർവേഡ് എന്നാണ് പറയുന്നത്. ടെസ്റ്റിംഗ് ദാറ്റ് എൻഷുർസ് ദ കറൻറ്റ് വേർഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് taken is to work with the older version of the same product is called backward compatibility. അതായത് നമ്മളുടെ പുതിയ ഒരു കറൻറ്റ് വേർഷൻ ഉള്ളൊരു പ്രൊഡക്റ്റ് അത് പഴയ വേർഷനിലും വർക്കാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ള ടെസ്റ്റിംഗ് ആണ് ബാക്ക്വേർഡ് കോമ്പാറ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അതേസമയം ഫോർവേഡ് കോമ്പാറ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു വെരിഫൈ ദ ബിഹേവിയർ ഓഫ് ഡെവലപ്ഡ് ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ ആൻഡ് ന്യൂ വേർഷൻ ഓഫ് ദി ഹാർഡ്വെയർ. അതായത് നമ്മുടെ പഴയ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു വേർഷൻ അടുത്ത വരുന്ന ഒരു വേർഷനിലേക്ക് കോമ്പാറ്റിബിൾ ആണോ എന്നുള്ള ചെക്കിംഗ് ആണ് ഫോർവേഡ് കോമ്പാറ്റബിലിറ്റി ടെസ്റ്റ്.
രണ്ട് തരം ടെസ്റ്റിംഗ് ആണ് ഉള്ളത്. ദിസ് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് എൻഷുവേഴ്സ് ദ റിസ്ക് ഇൻവോൾവ്ഡ് ഇൻ പ്രൊഡക്റ്റ് ഓഫ് ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ് ഈസ് മിനിമൈസ്. അതായത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ റിക്വയർമെൻറ്റ്സ് മിനിമൈസ് ചെയ്ത് പ്രൊഡക്റ്റ് നന്നാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. കോമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ബിഗിൻസ് ആഫ്റ്റർ വെരിഫൈ ദ പ്രൊഡക്റ്റ് ഇൻ ബേസിക് എൻവറോൺമെൻറ്റ്. അത് ഒരു നമ്മളുണ്ടാക്കിയ പ്രൊഡക്റ്റിൻ്റെ വാലിഡേഷൻ ഡിറ്റർമിൻ ചെയ്യലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എട്ടാമത്തേതായിട്ട് പറയുന്നത് യൂസർ ഡോക്യുമെൻറ്റേഷൻ ടെസ്റ്റിംഗ്. യൂസർ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഇൻസ്റ്റാളേഷൻ പർപ്പസിൽ അതിലുണ്ടാകുന്ന ഡോക്യുമെൻ്റാണ് യൂസർ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. മാനുവൽ യൂസർ ഗൈഡ്, ഇൻസ്റ്റാളേഷൻ ഗൈഡ്, സെറ്റപ്പ് ഗൈഡ്സ്, റീഡ്മി ഫയൽ, സോഫ്റ്റ്വെയർ റിലീസ് നോട്ട്സ് ആൻഡ് ഓൺലൈൻ ഹെൽപ്പ്. നിങ്ങൾക്കറിയാം ഏതൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പെൻ ഡ്രൈവിലായാലും സി ഡി ഡ്രൈവിലായാലും ഡ്രൈവിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന ഇൻസ്ട്രക്ഷനാണ് ഇതൊക്കെ, വരുന്ന ഡോക്യുമെൻറ്റേഷനാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഇത് കറക്റ്റാണോ, അതിലുള്ള സോഫ്റ്റ്വെയറിൻ്റെ ഡോക്യുമെൻറ്റേഷൻ തന്നെയാണോ വെച്ചിട്ടുള്ളത്, അത് സ്പെൽ ചെക്കറും ഗ്രാമർ ചെക്കറൊന്നും ഇല്ലാതെ തന്നെയാണ് ഡോക്യുമെൻറ്റേഷൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നോക്കാനുണ്ട്. അതായത് കറക്റ്റായിട്ട് സ്ക്രീനിൽ വെരിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ, ട്രാൻസാക്ഷൻ പോസിബിൾ ആണോ, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ കൊടുത്തത് യൂസറിന് റീഡബിൾ ആണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാനാണ് യൂസർ ഡോക്യുമെൻറ്റേഷൻ ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ടു എൻഷുർ ദ ഡോക്യുമെൻറ്റേഷൻ മാച്ചസ് ദ പ്രൊഡക്റ്റ് ആൻഡ് വൈസ് വെർസ. ഡോക്യുമെൻറ്റേഷൻ എന്താണ്, പ്രൊഡക്റ്റിൻ്റെ ഡോക്യുമെൻറ്റേഷൻ തന്നെ ആവണം. അതുപോലെ തിരിച്ചെന്താണ്, ഡോക്യുമെൻറ്റേഷൻ പ്രൊഡക്റ്റിനും മാച്ച് ആവണം, പ്രൊഡക്റ്റ് ഡോക്യുമെൻറ്റിനും മാച്ച് ആവണം. ലാസ്റ്റ് പറയുന്നത് ഡൊമൈൻ ടെസ്റ്റിംഗ്. ഡൊമൈൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു അടുത്ത ലെവൽ ഓഫ് ടെസ്റ്റിംഗ് ആണ്. അത് രണ്ട് തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് മാത്രമല്ല, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് മാത്രമല്ല, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് കൂടി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഭാവിയിലെ ഒരു ബിസിനസ് നോളജിന്, ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഡൊമൈൻ ടെസ്റ്റിംഗ് യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ വെറുമൊരു ഡൊമൈൻ ടെസ്റ്റിംഗ് കൊണ്ട് അതായത് ഡൊമൈൻ ടെസ്റ്റിംഗ് കൊണ്ട് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് കൊണ്ട് മാത്രം ഇതിന് നിലനിൽപ്പില്ല. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് കൂടി വേണം. അതായത് പ്രോഗ്രാം കോഡ് അവൈലബിൾ ആവണം, അതേപോലെ തന്നെ സ്പെസിഫിക്കേഷൻസ്, റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷനും അവൈലബിൾ ആവണം. അപ്പോൾ പ്രോഗ്രാം കോഡ് അവൈലബിൾ ആണെങ്കിൽ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങും റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷന് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങും ആവശ്യമാണ്. അതുകൊണ്ട് ഡൊമൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ടെസ്റ്റിങ്ങാണ് ഡൊമൈൻ ടെസ്റ്റിംഗ്. ഇത് രണ്ടും കൂടിയാൽ മാത്രമേ ബിസിനസ് ലെവലിൽ ഈ ഒരു വർക്കിന് പ്രശസ്തിയുള്ളൂ. അപ്പോൾ ഡൊമൈൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. It is a ability to design and execute test cases related to the people who will buy and use the software. ആരാണോ ഈ സോഫ്റ്റ്വെയർ വാങ്ങി ഉപയോഗിക്കുന്നത് അയാൾക്കത് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റിംഗാണ് ഡൊമൈൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ഡൊമൈൻ ടെസ്റ്റിങ്ങോട് കൂടി നമ്മുടെ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിലെ വേരിയസ് ടെക്നിക്സുകൾ അവസാനിക്കുകയാണ്. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.